ഈ ഒരു പരിപാടിക്ക് നോ പറഞ്ഞാലും എന്താണ് സ്പേസ് എക്സിന് ഒന്നും സംഭവിക്കില്ലായിരുന്നു. നമുക്ക് തോക്കാനുള്ളതല്ല പേടി, നമ്മൾ തോറ്റുപോകുന്നത് ബാക്കിയുള്ളവർ കാണുമോ എന്നുള്ള പേടിയല്ലേ ശരിക്ക്. അതൊരു പക്ഷേ ഇലോൺ മസ്കിന്റെയും സ്പേസ് എക്സിന്റെയും അവസാനമായിരിക്കും. ശരിക്കൊരു രോമാഞ്ചിഫിക്കേഷൻ കിട്ടിയ ദിവസമാണെന്ന് എനിക്ക്. ഒരുപാട് നാളുകൾക്ക് ശേഷം ശരിക്കൊരു രോമാഞ്ചിഫിക്കേഷൻ കിട്ടിയ ദിവസമാണെന്ന് എനിക്ക്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, നമ്മുടെ പ്രിയപ്പെട്ട സുനിത വില്യംസും പങ്കാളിയും ഒരുപാട് മാസങ്ങളുടെ അനിശ്ചിതത്വത്തിന് ശേഷം എന്താണ് സേഫായിട്ട് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ആൻഡ് ഈ ഒരു ഇൻസിഡന്റിൽ സുനിത വില്യംസിന്റെ മനക്കരുത്തിനെ കുറിച്ചും ധീരതയെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ദൗത്യത്തിന് പിറകിൽ പ്രവർത്തിച്ച ഇലോൺ മസ്ക് എന്ന മനുഷ്യനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സ്പേസ് എക്സ് എന്ന കമ്പനിയെ കുറിച്ചാണ്. അത് എനിക്ക് നൽകിയ 2 പാഠങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം ശരിക്കും എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയണ്ടേ. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2024 ജൂൺ 5-ന്, അതായത് ഏകദേശം 9 മാസം മുമ്പ്, വെറും 8 ദിവസത്തെ മിഷന് വേണ്ടിയിട്ടാണ് നാസ സുനിത വില്യംസിനെയും പങ്കാളിയെയും ISS-ലേക്ക് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ചത്. അതോ സ്പേസ് എക്സിന്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ എന്നുള്ള പേടകത്തിലാണ്. ആൻഡ് 8 ദിവസം നമ്മൾ അവിടെ പോയി നിൽക്കുന്നു, അതിനുശേഷം തിരിച്ചു വരിക എന്നുള്ളതാണ് പ്ലാന്. പക്ഷേ ഈ ISS-ൽ ഡോക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർ ലൈനറിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, തിരിച്ചു വരാൻ പറ്റാതാവുന്നു. ആദ്യത്തെ 1-2 മാസം ബോയിങ്ങിൻ്റെ എൻജിനീയേഴ്സൊക്കെ റിമോട്ടിൽ അത് ഫിക്സ് ചെയ്യാൻ നോക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ആൻഡ് അവസാനം ഗത്യന്തരമില്ലാതെ നാസ ഇലോൺ മസ്കിൻ്റെയും സ്പേസ് എക്സിൻ്റെയും സഹായം തേടുന്നു. അവർ ഈ ദൗത്യം ഏറ്റെടുക്കുന്നു, പുതിയ ബഹിരാകാശ പേടകം വിക്ഷേപിക്കുന്നു, ISS-ൽ ഡോക്ക് ചെയ്യുന്നു, സുനിത വില്യംസിനെയും പങ്കാളികളെയും തിരിച്ചു കൊണ്ടുവരുന്നതാണ് നമ്മൾ അറിയുന്ന കഥ അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമുണ്ട് സ്പേസ് എക്സും ഇലോൺ മസ്കും എടുത്ത റിസ്കിനെ കുറിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് പ്രൈവറ്റ് സ്പേസ് കമ്പനീസിൽ സ്പേസ് എക്സിൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്ററാണ് ബോയിങ് ഈ ഒരു മിഷനോടുകൂടി ആകെ നാറി PR ഡാമേജ് ഒക്കെ ആയിട്ട് ഇനി സ്പേസ് എക്സിന് ഒരു കോമ്പറ്റീറ്റർ ഇല്ല എന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും സ്പേസ് എക്സ് തന്നെയായിരിക്കും ലോകത്തെ നമ്പർ 1 സ്പേസ് കമ്പനി. പക്ഷേ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ട് അഥവാ അതെങ്ങാനും പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഇലോൺ മസ്കിൻ്റെയും സ്പേസ് എക്സിൻ്റെയും അവസാനമായിരിക്കും. അവിടെയാണ് അവരെടുത്ത റിസ്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഒരു പരിപാടിക്ക് നോ പറഞ്ഞാലും എന്താണ് സ്പേസ് എക്സിന് ഒന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ ഒരു യെസ് പറഞ്ഞിട്ട് ഈ മിഷൻ എങ്ങാൻ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഒരു പക്ഷേ എന്തായിരിക്കും സ്പേസ് എക്സിൻ്റെ അവസാനമായിരുന്നു. പക്ഷേ അവർ യെസ് പറഞ്ഞു എന്ന് മാത്രമല്ല, വളരെ സക്സസ്ഫുള്ളി എന്താണ് ഇവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ആൻഡ് അതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും നല്ല PR ആയിട്ടും വലിയ കോടികളുടെ ഡീലായിട്ടും എന്താണ് ഇനി സ്പേസ് എക്സിന് കിട്ടാൻ പോവാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം വലിയ റിസ്ക്കാണ് അവരെടുത്തതെന്നുള്ളത്. പക്ഷെ നമ്മളുടെ അവസ്ഥയോ, നമ്മൾ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ശരിക്ക് റിസ്ക് എടുക്കാൻ മടിച്ചിരിക്കുകയല്ലേ. അതായത് +2 കഴിഞ്ഞ മക്കൾക്ക് എന്താണ് സാറേ എനിക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് IIT-ലും NIT-ലും പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു വർഷം റിപ്പീറ്റ് ചെയ്താൽ അഥവാ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഒരു വർഷം പോലെ ഒരു കമ്പനിയുടെ ഭാവി റിസ്ക് ചെയ്തിട്ടാണ് ഇവരെന്ന് ഇത്രയും വലിയ നേട്ടത്തിലേക്ക് എത്തിയത്. പക്ഷെ നമ്മൾ ഒരു വർഷം പോകില്ല എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിലെ മക്കൾ എനിക്കെന്താണ് ഇനി +1-ൽ നന്നായി പഠിക്കണം, സയൻസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സയൻസ് എടുത്താൽ എനിക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ. അതായത് റിസ്ക് എടുക്കാനുള്ള പേടി അഥവാ ഫിയർ ഓഫ് ഫെയിലിയർ അല്ലേ നമ്മളെ പലരെയും എന്ത് ചെയ്യുന്നത്, പല സ്വപ്നങ്ങളും അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നത് അല്ലേ, സത്യമല്ലേ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തോക്കാനുള്ളതല്ല പേടി, നമ്മൾ തോറ്റുപോകുന്നത് ബാക്കിയുള്ളവർ കാണുമോ എന്നുള്ള പേടിയല്ലേ ശരിക്ക് അല്ലേ. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ബാക്കിയുള്ളവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും, അവരതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ അഥവാ തോറ്റുപോയാൽ അവർ നമ്മളെ കളിയാക്കൂലേ, അവർ സന്തോഷിക്കുന്നില്ലേ എന്ന് ആലോചിച്ചിട്ടല്ലേ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. പക്ഷേ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളങ്ങനെ എത്ര ആൾക്കാർ ട്രൈ ചെയ്ത് ഫെയിൽ ചെയ്തതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, അതിൽ സന്തോഷിച്ചിട്ടുണ്ട്, അല്ലെ അവരെക്കുറിച്ച് സങ്കടം കരുതിയിട്ടുണ്ട്? ഇല്ലല്ലോ. അതായത് നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ മാത്രമാണെന്നുള്ള സത്യം എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കണം. ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് സോ ലോങ് ആൻഡ് അവിടെ നിങ്ങൾ എടുക്കുന്ന റിസ്ക്കും നഷ്ടപ്പെടുന്ന ഒരു വർഷവും എന്തായിരിക്കും ഒരു പക്ഷേ ആ വലിയ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിത്തരാൻ പോകുന്ന ഏറ്റവും വലിയ നേട്ടമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം, ടേക്സ് റിസ്ക്. അതായത്
സ്വന്തം കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ആ ഒരു യെസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാത്തൊരു കേസിൽ പോലും ആ ഒരു യെസ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു റിസ്കുകൾ നമ്മൾ എടുക്കേണ്ടത്. എന്നാലല്ലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനാവുള്ളൂ. ഒന്നാമത്തെ പാഠം എനിക്ക് ഫീൽ ചെയ്തത് അതാണ്. പലപ്പോഴും എന്താണ്, എനിക്കും റിസ്ക് എടുക്കാനൊക്കെ ഒരു മടി തോന്നും. പക്ഷെ എന്താണ്, ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ധൈര്യപൂർവ്വം റിസ്കുകൾ എടുക്കാൻ തോന്നുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം അല്പം ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് 2001 പേപ്പാൽ വിട്ടിട്ട് കുറച്ച് പൈസ ഒക്കെ ആയപ്പോഴാണ് ഇലോൺ മസ്കിന് തോന്നിയത് നമുക്കൊരു സ്പേസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, മനുഷ്യരെന്ത് ചെയ്യണം, ഇന്റർ പ്ലാനറ്ററി ആക്കണം. അതായത് ഭൂമിയിൽ മാത്രമല്ല ചൊവ്വയിലും മനുഷ്യരെ ജീവിപ്പിക്കണം എന്നുള്ളത്, താമസിപ്പിക്കണം എന്നുള്ളത്. ആൻഡ് ആ സമയത്ത് സ്പേസിനെ കുറിച്ചോ റോക്കറ്റിനെ കുറിച്ചോ ഒന്നും അറിയില്ല. മുമ്പ് നേരെ എന്താണ്, റഷ്യയിലേക്ക് വിട്ടു. റഷ്യയിൽ വിട്ടിട്ട് അവിടുത്തെ ഒഫീഷ്യൽ പർപ്പസ് കഴിഞ്ഞിട്ട് ഡീകമ്മീഷൻ ചെയ്ത റോക്കറ്റുകൾ വാങ്ങിയിട്ട് അത് വെച്ചിട്ട് മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ റഷ്യക്കാരെന്താ ചെയ്ത് പുച്ഛിച്ച് തള്ളി. അതായത് ഇലോൺ മസ്കിനെ നേരെ കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട് അവിടുത്തെ സയൻറ്റിസ്റ്റുകൾ നടക്കുന്നുണ്ട്. ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂപ്പര് നേരെ തിരിച്ചു വന്നിട്ട് ബുക്കുകൾ വായിച്ചു. നാസയിലുള്ള എഞ്ചിനീയർമാരുമായിട്ടും സയൻറ്റിസ്റ്റുകളുമായിട്ടും ഒരുപാട് നേരം സംസാരിച്ചു, ഇടപഴകി. അവസാനം സ്പേസ് എക്സ് എന്നുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതാണിപ്പം നാസക്ക് പോലും എന്ത് ചെയ്യുന്നത്, സ്പേസ് ഫ്ലൈറ്റുകൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ സ്പേസ് മിഷൻ്റെ ഭാഗതയം തന്നെ മാറ്റിമറിച്ച് ശരിക്കും മനുഷ്യന് മറ്റൊരു ഭൂമിയിലും കൂടെ ജീവിക്കാൻ പറ്റുമെന്നുള്ളത് സ്വപ്നം കാണിച്ചത് ആ ഒരു കാര്യത്തിനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ അയാൾ ചെയ്ത ഹാർഡ് വർക്കിനെ കുറിച്ച്, ഒരു സ്വപ്നത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്ത സമയത്തെക്കുറിച്ച്, വായിച്ച ബുക്കുകളെക്കുറിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മുടെ കാര്യം ഒന്ന് എടുത്ത് നോക്കി, എത്ര സ്വപ്നങ്ങളാണ് നമ്മൾ കണ്ടതിലെ. പലതും എന്താണ്, സ്വപ്നങ്ങൾ മാത്രമായിട്ട് അവശേഷിച്ചു പോയില്ലേ. ഇപ്പോൾ എന്തുണ്ട്, നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഇല്ലേ. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? രാവും പകലും കഷ്ടപ്പെടാൻ ഇതുവരെ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? എന്നിട്ട് അവസാനം എന്താ, നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. നമ്മൾ പല സിറ്റുവേഷനെയും കുറ്റം പറയാണ്. എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു, എനിക്ക് റിപ്പീറ്റ് പോകാൻ എന്തായിരുന്നു, പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷെ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 20 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിലും അത് നേടിയെടുക്കാനുള്ള സിസ്റ്റം അത്ര എളുപ്പമായിരുന്നില്ല, എല്ലാവരെ കൊണ്ടും പറ്റുന്നതായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്താണ്, ഇൻ്റർനെറ്റ് ഒരുപാട് വളർന്നു, ചാറ്റ് GPT വന്നു. അപ്പോൾ നമുക്ക് എന്ത് വലിയ സ്വപ്നങ്ങളുണ്ടെങ്കിലും അത് നേടിയെടുക്കാനുള്ള കൃത്യമായ സ്റ്റെപ്പുകൾ എന്താണ് നമ്മളെ മുന്നിൽ വരുമെന്ന് മാത്രമല്ല, നമ്മൾക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഏറ്റവും വലിയ അവസരം എന്താണ്, ഇപ്പോൾ ഈ സമയം നമ്മളെ മുന്നിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സീ വൈൽ യു സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് ദ വൺ വിച്ച് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. സ്വപ്നം എന്നത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല, പകരം നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണെന്നുള്ളത്. അതുപോലുള്ളൊരു സ്വപ്നം നമുക്കും വേണ്ടേ? ആ സ്വപ്നത്തിന് വേണ്ടി ഇനി അങ്ങോട്ടുള്ള ദിവസം ഇലോൺ മസ്കൊക്കെ എന്താ പറയുക, ആ ഒരു സ്വപ്നത്തിന് വേണ്ടി റഷ്യയിലേക്ക് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെറിയ സ്വപ്നത്തിന് വേണ്ടി ഡെയിലി ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളെ കൊണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റൂലേ? അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് ഗുണമുള്ളതിലെ ഒന്ന് ആലോചിച്ച് നോക്കുക. സോ ഈ 2 കാര്യങ്ങൾ മാത്രം പറയാനാണ്. ഒന്നാമതായിട്ട് മക്കളെ, ടേക്ക് റിസ്ക് എടുക്കുക, കുഞ്ഞു റിസ്കുകളെങ്കിലും എടുത്ത് ശീലിക്കുക. ആൻഡ് രണ്ടാമതായിട്ടുള്ളത്, സ്വപ്നങ്ങളായിട്ട് അവശേഷിക്കാതിരിക്കാൻ കഷ്ടപ്പെടണം, ഹാർഡ് വർക്ക് ചെയ്യണം. ആൻഡ് അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാവുക. ഈ ചാനൽ ആദ്യത്തേതാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് എഴുതുക.